ഹായ് ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. ഇന്നത്തെ റീഡിങ്ങിൽ നമ്മൾ നോക്കാനായിട്ട് പോകുന്നത് ഈ ഒരു സമയത്ത് നിങ്ങളോടുള്ള നിങ്ങളുടെ പേഴ്സൻ്റെ ഒരു ഫീലിങ്സുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ആദ്യമായിട്ടാണ് ഈ ഒരു ചാനൽ കാണുന്നത്, ദയവായി സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം തുടർന്ന് വീഡിയോ കാണാനായിട്ട് ശ്രമിക്കാം. അതുപോലെ തന്നെ ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് ആണ്, ജനറൽലെസ് ആണ്. എപ്പോഴാണ് നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുന്നത് ആ ഒരു സമയം മുതൽ നിങ്ങൾക്ക് ഇത് റെസിനേറ്റ് ആയി തുടങ്ങുന്നതായിരിക്കും. ഇതിൽ വരുന്ന ക്ലൂസ്, സിറ്റുവേഷൻസ്, എനർജീസ് ഇതെല്ലാം നിങ്ങളുമായിട്ട് റെസിനേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇതൊരു ഗൈഡൻസ് മെസ്സേജ് മാത്രമായിട്ട് എടുക്കുക. ഇനി റെസിനേറ്റ് ചെയ്യുന്നില്ല എന്ന് തോന്നുകയാണെങ്കിൽ വിട്ടേക്ക്. ഫോഴ്സ്ഫുള്ളി ആരും റെസിനേറ്റ് ചെയ്യാനായിട്ട് നിൽക്കരുത്. പോസിറ്റീവായിട്ട് തിങ്ക് ചെയ്യുക, നല്ലൊരു റീഡിങ് കിട്ടാനായിട്ട് പ്രാർത്ഥിക്കുക. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ നോക്കുന്നത് കറണ്ട് ഫീലിങ്സ് എന്താണ്, നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് സിറ്റുവേഷൻ എന്താണ്, കറണ്ട് ഫീലിങ്സ് എന്താണ് എന്നുള്ള ഒരു കാര്യമാണ് നമ്മളിവിടെ നോക്കുന്നത്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൻ്റെ കറണ്ട് ഫീലിങ്സ്, കറണ്ട് സിറ്റുവേഷൻ ഇതൊക്കെ എന്താണ് എന്നുള്ളതാണ് നോക്കുന്നത്. കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ, കറണ്ട് ഫീലിങ്സ് ഓഫ് യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്താണ് നിങ്ങളെക്കുറിച്ചും നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ കുറിച്ചും ഒക്കെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ നോക്കുന്നത്. ക്വീൻ ഓഫ് സോർഡ്സ് ആണ് നമുക്ക് ഫസ്റ്റ് കിട്ടിയിട്ടുള്ള കാർഡ്. ഓക്കെ, കിങ് ഓഫ് വാൻഡ്സ്. ഓക്കെ, ഫോർ ഓഫ് വാൻഡ്സ്, പേജ് ഓഫ് വാൻഡ്സ്. ഫയർ എനർജിയാണ് മൊത്തം വന്നുകൊണ്ടിരിക്കുന്നത്. പേജ് ഓഫ് കപ്സ്. Okay, seven of cups, six of wands, the high priestess card, page of swords, king of pentacles, the moon card, okay, knight of swords. അപ്പോൾ ഇത്രയും കാർഡ്സ് ആണ് നമുക്കിവിടെ കിട്ടിയിട്ടുള്ളത്. നമുക്ക് മാസ്റ്റർ കാർഡ് കൂടി നോക്കാം. ഓക്കെ, ടു ഓഫ് പെൻറ്റക്കിൾസ് ആണ് നമുക്കിവിടെ മാസ്റ്റർ കാർഡായിട്ട് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ നമ്മൾ ഈ ഒരു റീഡിങ്ങിൽ നോക്കുമ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ മനസ്സിലാകുന്ന അവരുടെ മനസ്സിലെ ഇപ്പോഴത്തെ ചിന്തകൾ എന്തൊക്കെയാണ് നോക്കുമ്പോൾ ക്യൂൺ ഓഫ് സോർഡ്സും പേജ് ഓഫ് സോർഡ്സുമാണ് നമുക്കിവിടെ വരുന്നത്. ഇപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു സെപ്പറേഷനിലോ അല്ലെങ്കിൽ നോ കോണ്ടാക്റ്റിലോ ലെസ് കോണ്ടാക്റ്റിലോ ഒക്കെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നാണ് നമുക്ക് വ്യക്തമാകുന്നത്. അപ്പോൾ അവർ നിങ്ങളെ വളരെ ഒരു ബുദ്ധിമാനായിട്ട് അല്ലെങ്കിൽ നല്ലൊരു ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. ഒരു എല്ലാ കാര്യങ്ങൾക്കും നല്ലൊരു വ്യക്തതയുള്ള ഒരു സ്റ്റേബിളായിട്ട് നിൽക്കുന്ന ഒരു വ്യക്തിയായിട്ട് കാണുന്നുണ്ട്. നിങ്ങളെപ്പറ്റി അവർ നിരന്തരം ചിന്തിക്കുന്നതായിട്ടുള്ള എനർജീസ് നമുക്ക് മനസ്സിലാകുന്നുണ്ട്. അപ്പോൾ നിങ്ങളെ അവർ സോഷ്യൽ മീഡിയാസിലൊക്കെ അവർ നിങ്ങളുടെ പിക്ചേഴ്സൊക്കെ നോക്കുന്നു, അല്ലെങ്കിൽ നിങ്ങളുടെ അപ്ഡേറ്റ്സ് അറിയാനായിട്ട് ശ്രമിക്കുന്ന എനർജീസ് നമുക്കിവിടെ വരുന്നുണ്ട്. അപ്പം നിങ്ങളുടെ കാര്യങ്ങൾ പലപ്പോഴും അറിയണമെന്ന് ഒത്തിരി ആഗ്രഹമുള്ള ഒരു വ്യക്തിയാണ്. എന്നാൽ നിങ്ങളെ കുറിച്ച് അറിയാനായിട്ട് യാതൊരു താല്പര്യവും ഇല്ല എന്ന രീതിയിൽ നിങ്ങൾക്ക് ഫീലിങ്സുകൾ തരുന്ന ഒരു വ്യക്തിയാണ്. അല്ലെങ്കിൽ അവരുടെ ആക്ഷനും കാര്യങ്ങളും ബിഹേവിയറൊക്കെ നിങ്ങളെക്കുറിച്ച് അറിയണമെന്നൊന്നും എനിക്ക് വലിയ ആഗ്രഹമൊന്നും ഇല്ല, എനിക്ക് നിങ്ങളെ വലിയ ഇൻട്രസ്റ്റ് ഇല്ല എന്നുള്ള രീതിയിലാണ് നിങ്ങളോട് പറഞ്ഞിട്ടുള്ളത്, അല്ലെങ്കിൽ നിങ്ങളുടെ അടുത്ത് കാണിക്കുന്നത് അത്തരത്തിലായിരിക്കാം. പക്ഷെ ഇവിടെ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ വളരെയധികം സ്നേഹം നിങ്ങളോടുണ്ടെന്നും നിങ്ങൾ അറിയാതെ നിങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിയാനായിട്ട് ശ്രമിക്കുന്നു, വളരെയധികം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജിയാണ് നമുക്ക് കാണുന്നത്. അപ്പം ഇപ്പോഴും ഈ ഒരു സെപ്പറേഷന് ശേഷം ചിലപ്പോൾ ആളുകൾക്ക്, ചില വ്യക്തികൾക്കൊക്കെ ഈ ഒരു സെപ്പറേഷനായിട്ട് ഒത്തിരി നാളുകളായിട്ടുണ്ടാകാം. ആ ഒരു സെപ്പറേഷൻ്റെ ആ ഒരു വേദനയും പേറിക്കൊണ്ട് നിങ്ങളിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന ഒത്തിരി, ചിലപ്പോൾ 6 months 1 year ഒക്കെ ആയിട്ടുള്ള സെപ്പറേഷനായിട്ടുള്ള വ്യക്തികളുണ്ടാകാം. എങ്കിൽ പോലും ഇപ്പോഴും അവർക്ക് നിങ്ങളോട് സ്നേഹമുണ്ട് എന്നുള്ളതാണ് നമുക്കിവിടെ കാണുന്നത്. അപ്പം അവരുടെ ഹൃദയത്തിൽ ഇപ്പോഴും മൃദുവായ ഒരു സ്നേഹം നിങ്ങളോടുണ്ട്. നിങ്ങളെ ഓർക്കുമ്പോൾ അവർക്ക് ഒരു നന്മയുള്ള, അല്ലെങ്കിൽ വളരെ സന്തോഷം നൽകുന്ന, ഊഷ്മളത നൽകുന്ന, ഹാപ്പിനെസ് കൊടുക്കുന്ന ഒരു ഓർമ്മകൾ തന്നെയാണ്, വളരെ മധുരമായിട്ടുള്ള ഫീലിങ്സ് തന്നെയാണ് നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ അവരുടെ മനസ്സിൽ ഉള്ളത്. അപ്പോൾ ഈ ഒരു വ്യക്തിക്ക് നിങ്ങളോട് വീണ്ടും സംസാരിക്കണം എന്ന ആഗ്രഹം ഉള്ളിൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. പക്ഷെ കുറേയേറെ ആശയക്കുഴപ്പങ്ങൾ നമുക്കിവിടെ കാണാനും പറ്റുന്നുണ്ട്. ഹൃദയത്തിൽ സ്നേഹമുണ്ടെങ്കിലും മനസ്സിൽ വളരെ തരത്തിലുള്ള കുഴപ്പങ്ങളിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. ഇപ്പോൾ ഇതൊരു ശരിയായ തീരുമാനമാകുമോ എന്ന് കുറിച്ച് ആളുകൾ ചിന്തിക്കുന്നുണ്ട്. അതുപോലെ ഞാൻ തിരിച്ചു പോയി ഇനി ഈ ഒരു സെപ്പറേഷന് ശേഷം വീണ്ടും തിരിച്ച് എന്ന് കഴിഞ്ഞാൽ കാര്യങ്ങൾ എങ്ങനെയൊക്കെയാണ് മറിയുക, എങ്ങനെ മാറും എന്നൊക്കെ ചിന്തിച്ച് അതിനെക്കുറിച്ച് ടെൻഷൻ അടിക്കുന്നു. അല്ലെങ്കിൽ ഈ ഒരു സമയം ശരിയായ ഒരു സമയമാണോ, മൊത്തം ഇങ്ങനെ പ്രശ്നങ്ങളായി നിൽക്കുന്ന ഈ ഒരു സമയത്ത് വീണ്ടും ഇത് വേണമോ എന്നൊക്കെ അവർ ചിന്തിക്കുന്നു. അപ്പം ഇങ്ങനെയുള്ള സംശയങ്ങളാണ് അവരെ അവിടെ പിടിച്ചു നിർത്തുന്നത്, നിങ്ങളിലേക്ക് വരാതെ എന്നുള്ളതാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളെ അവർ വളരെ ഒരു അട്രാക്ഷൻ ഉള്ള ഒരു വ്യക്തിയായിട്ടും വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ടൊക്കെയാണ് കാണുന്നത്. നിങ്ങളെ സ്വന്തമാക്കാൻ കഴിഞ്ഞാൽ അത് അവരുടെ ഒരു വിജയമായിട്ട്, ഒരു സക്സസ് ആയിട്ട് തന്നെയാണ് അവർക്ക് തോന്നുക. അവരുടെ ഉള്ളിൽ വളരെയധികം അഭിമാനമുണ്ട്. നിങ്ങളെ
അവരുടെ ഒരാളാക്കി നിർത്തുക, അല്ലെങ്കിൽ അവരുടെ റിലേഷൻഷിപ്പിലേക്ക് നിങ്ങളെ തിരിച്ചു കൊണ്ടുവരിക എന്നത് വളരെയധികം ഒരു അഭിമാനം അവർക്കുണ്ട് എന്നുള്ളതാണ്. അത്തരത്തിലുള്ളൊരു വികാരമാണ് നമുക്കിവിടെ കാണുന്നത്. അവര് ഈ ഒരു കാര്യങ്ങളൊക്കെ മനസ്സിനുള്ളിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും ഒന്നും തുറന്നു പറയുന്നില്ല. കാരണം അത് ഈ ഒരു ഹൈ പ്രിസ്റ്റീസ് കാർഡ് കൊണ്ട് നമുക്ക് മനസ്സിലാകുന്നത് നിങ്ങളോട് പറയാത്ത പല കാര്യങ്ങളും അവരുടെ ഹൃദയത്തിൽ അവർ ഒളിച്ചു വെച്ചിരിക്കുന്നു എന്നുള്ളതാണ്. പുറത്ത് കാണിക്കുന്നത് വളരെ കൂളായിട്ടായിരിക്കാം, പക്ഷെ ഉള്ളിൽ നിങ്ങൾക്കായി പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സ് തന്നെയാണ്. നിങ്ങൾ ഒരിക്കലും വേദനിക്കരുത്, ഈ ഒരു വ്യക്തി മൂലം നിങ്ങൾ ഒരിക്കലും വേദനിക്കാനുള്ള ഒരിട വരരുത് എന്ന് പ്രാർത്ഥിക്കുന്ന ഒരു മനസ്സാണ് ഈ ഒരു പേഴ്സൺ ഉള്ളത് എന്നുള്ളതാണ്. അപ്പം നിങ്ങളെക്കുറിച്ചുള്ള ഒരു ചിന്ത എന്ന് പറഞ്ഞാൽ കുറച്ച് നാളത്തേക്ക് വന്നു, അതിനുശേഷം അത് ഡിമ്മായി പോകുന്നു, പിന്നീട് അത് വരുന്നു. അങ്ങനെയുള്ള ഒരു ചിന്തയല്ല, ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ചിന്തകളാണ് നിങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിലുള്ളത്. അവരുടെ ഹൃദയത്തിൽ ഒരു സുരക്ഷിതത്വവും സന്തോഷകരമായ ഒക്കെ ഒരു ഫ്യൂച്ചർ നിങ്ങളോടൊപ്പം അവർ കാണുന്നു എന്നുള്ളതാണ്. അതായത് നിങ്ങളുടെ ഒപ്പം ചേർന്ന് ഇരുന്ന് കഴിഞ്ഞാൽ അവർ എപ്പോഴും സന്തോഷത്തിലാണ്. അവർ അവർക്കൊരു കെയർ കിട്ടുന്നു എന്ന രീതിയിൽ അവർക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഈ ഒരു അതുകൊണ്ട് തന്നെ നിങ്ങളെ എന്നേക്കുമായിട്ട് കൂടെ കൂട്ടാനായിട്ട് ഒരു ലോങ് ടൈം റിലേഷൻഷിപ്പ് എന്നൊരു ആശയം കൂടി അവരുടെ മനസ്സിനുള്ളിൽ ഉണ്ടാകുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പം മൊത്തത്തിൽ അവരുടെ ഹൃദയം പറയുന്നത് എനിക്കിപ്പോഴും ഒരു സ്നേഹമുണ്ട്, പക്ഷെ ഞാൻ വളരെയധികം ഒരു ഭയപ്പെടുത്തുന്ന സിറ്റുവേഷനിലൂടെയാണ് കടന്നു പോകുന്നത്. ഞാൻ തിരിച്ചു വരാനായിട്ട് വളരെയധികം നിന്നിലേക്ക് തിരിച്ചു വരാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ട്, പക്ഷെ ശരിയായ സമയത്തിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ് എന്നാണ് പറയുന്നത്. അവർ ഒരിക്കലും നിങ്ങളെ മറന്നിട്ടില്ല, പക്ഷെ അവരുടെ ഒരു പേടിയും അല്ലെങ്കിൽ ഒരു ഡൗട്ട്സും ആശയക്കുഴപ്പവും ഒക്കെ കാരണം മുന്നോട്ട് വരാനായിട്ട് അവർ ഒരു സ്റ്റക്കായിട്ട് ഇങ്ങനെ നിൽക്കുന്ന ഒരവസ്ഥയാണ് കാണാൻ പറ്റുന്നത്. അപ്പോൾ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇപ്പോഴും ഒളിഞ്ഞിരിക്കുന്ന വികാരങ്ങളുണ്ട്. നിങ്ങളോടുള്ള ഒരു അട്രാക്ഷനും സ്നേഹവും ഒക്കെ ആഴത്തിലുള്ളതാണ്. എങ്കിൽ പോലും അത് അവർ മറച്ചു പിടിച്ചിരിക്കുകയാണ്. ചില ആശങ്കകളും ടെൻഷനും സംശയവും ഒക്കെ അവരെ അങ്ങനെ പിടിച്ചു വെച്ചിരിക്കുന്നു എന്നാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ അവരുടെ ഹൃദയത്തിന്റെ ഉള്ളിൽ അവർക്ക് ഇപ്പോഴും നിങ്ങളോടുള്ള സ്നേഹം വളരെ മൃദുവാണ്, വളരെ സത്യസന്ധമാണ് എന്നാണ് കാണുന്നത്. പക്ഷെ ഇവിടെ ഒരു 7 ഓഫ് കപ്സ് കാണിക്കുന്നത് അവര് കുറച്ചൊരു പ്രശ്നങ്ങളിൽ പെട്ട് നിൽക്കുന്ന ഒരവസ്ഥയായിട്ടാണ് കാണിക്കുന്നത്. എന്ത് തീരുമാനം എടുക്കണം എന്ന് യാതൊരുവിധ വ്യക്തതയും ഇല്ലാത്ത ഒരവസ്ഥയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് കിങ് ഓഫ് വാൻഡ്സും നൈറ്റ് ഓഫ് സോഡ്സുമാണ് ഇവിടെ വന്നിട്ടുണ്ട്. അപ്പൊ നിങ്ങളോട് വീണ്ടും സംസാരിക്കണം, നേരിട്ട് വരണം എന്നൊരു ഒരു എക്സൈറ്റ്മെന്റ് അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട്. ചിലപ്പോൾ അത് പെട്ടെന്നൊരു മെസ്സേജ് അയക്കാനൊക്കെ ചില സമയത്ത് തോന്നും, എന്നാൽ അത് ഒരുപാട് ചിന്തിച്ച ശേഷം മാത്രമേ നടക്കുകയുള്ളൂ. പലപ്പോഴും ഈ ഒരു വ്യക്തി മെസ്സേജുകളൊക്കെ ടൈപ്പ് ചെയ്യുകയും ഒക്കെ ചെയ്തതിന് ശേഷം ഡിലീറ്റ് ചെയ്ത് കളയുന്നതൊക്കെ ആയിട്ട് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നുണ്ട്. അപ്പോൾ അവര് പലപ്പോഴും നിങ്ങളിലേക്ക് വരണം, നിങ്ങൾക്കൊരു കമ്മ്യൂണിക്കേഷൻ തരണം എന്ന് ആഗ്രഹിക്കുമ്പോഴും എന്തൊക്കെയോ കുറേ കാരണങ്ങൾ കൊണ്ട് അതിന് പറ്റാത്തത് കൊണ്ട് അവര് അത് വേണ്ട എന്ന് വെക്കുന്ന ഒരവസ്ഥ ഇവിടെ നമുക്ക് ആ ഒരു ഫീലിങ്സ് ആണ് അവർക്ക് മനസ്സിന്റെ ഉള്ളിനുള്ളിൽ നമുക്ക് കാണാൻ പറ്റുന്നത്. എന്നാൽ അത് ഒരുപാട് ചിന്തിച്ചതിന് ശേഷമാണ് ഇവരിങ്ങനെ ഒരു തീരുമാനം എടുക്കും എന്ന് നമുക്ക് കാണാനും പറ്റുന്നുണ്ട്. ഇനി ഫ്യൂച്ചറിലേക്ക് നോക്കുകയാണെങ്കിൽ നമുക്കിവിടെ 4 ഓഫ് വാൻഡ്സ് കിങ് ഓഫ് പെന്റക്കിൾസുമാണ് വന്നിട്ടുള്ളത്. അപ്പൊ നിങ്ങളെ അവർ ഒരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൈഫ് പാർട്ട്ണറായിട്ട് തന്നെയാണ് കാണുന്നത്. അതുപോലെ മാരേജ് അല്ലെങ്കിൽ ഒരു സ്ഥിരമായിട്ട് ഇത് കൊണ്ടുപോവുക എന്നുള്ള സ്ഥിരമായിട്ട് അവർ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ പ്രസൻസ് അവരുടെ കൂടെ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കുന്നു. നിങ്ങൾ ഒരുമിച്ച് ജീവിക്കുക എന്നൊരു ചിന്ത അവരുടെ മനസ്സിൽ വരുന്നു എന്നുള്ളത്. അപ്പൊ നിങ്ങൾക്കൊരു സുരക്ഷിതത്വവും സമാധാനവും നൽകുന്ന ഒരു വ്യക്തി ആണ് അവർ എന്നാണ് അവരെ കുറിച്ച് തന്നെ കരുതുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളിലേക്ക് ഇപ്പോൾ വന്നു കഴിഞ്ഞാൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാകുകയും നിങ്ങൾ വിഷമിക്കേണ്ടതും നിങ്ങൾ ഹേർട്ട് ആകേണ്ടതും ഒക്കെ അവസ്ഥകൾ ഉണ്ടാകും എന്ന് മനസ്സിലാക്കി മനഃപൂർവ്വം അവർ മാറി നിൽക്കുന്നു എന്ന് വേണമെങ്കിൽ നമുക്കിവിടെ പറയാനായിട്ട് പറ്റും. അപ്പോൾ എപ്പോഴും നിങ്ങളുടെ നന്മയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴും സന്തോഷം ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയുടെ എനർജി തന്നെയാണ് നമുക്കിവിടെ കാണാൻ പറ്റുന്നത്. ഓക്കെ, 6 ഓഫ് വാൻഡ്സിലേക്ക് വരുമ്പോഴത്തേക്ക് നിങ്ങൾ അവരുടെ ജീവിതത്തിന്റെ ഒരു സക്സസ് അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ അവര് ഏറ്റവും കൂടുതൽ നേടിയെടുത്തതിൽ അവർക്ക് സന്തോഷം തോന്നുന്ന ഒരു കാര്യം നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്ന സമയം തന്നെയാണ്. നിങ്ങളെ നഷ്ടപ്പെടുത്തുന്നത് ഒരു പരാജയമായിട്ട് തന്നെ അവർ കാണുന്നുണ്ട്. അതുകൊണ്ട് ഒരിക്കലും ലൈഫിൽ നിന്ന് നിങ്ങളെ തീർത്തും വേണ്ട എന്ന് വെച്ചിട്ട് പോകാനായിട്ട് ഈ ഒരു പേഴ്സണ് കഴിയില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ 2 ഓഫ് പെന്റക്കിൾസ് നോക്കുമ്പോൾ അവരിപ്പോൾ 2 കാര്യങ്ങൾ തമ്മിൽ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന എനർജീസ് വരുന്നുണ്ട്. അപ്പം നിങ്ങളോടുള്ള ആ ഒരു ഫീലിങ്സും കാര്യങ്ങളും അതുപോലെ തന്നെ ഇപ്പോഴവർ ആയിരിക്കുന്ന സിറ്റുവേഷൻ, അവരുടെ ഒരു പ്രാക്ടിക്കൽ ആയിട്ടുള്ള ലൈഫ്, അവരുടെ അല്ലെങ്കിൽ ജോലി, അവർക്ക് ചിലപ്പോൾ കുടുംബം ഉണ്ടായിരിക്കാം, അല്ലെങ്കിൽ മറ്റ് പല ബാധ്യതകൾ ഉണ്ടായിരിക്കാം. ഈ ഒരു കാരണങ്ങൾ എന്തൊക്കെയോ കുറേ കാരണങ്ങളുണ്ട്, പലർക്കും പല കാരണങ്ങളാകാം. ആ ഒരു കാരണങ്ങളും ഈ ഒരു റിലേഷൻഷിപ്പും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാൻ നിങ്ങളെയും ഈ പറഞ്ഞ കാര്യങ്ങളും ബാലൻസ് ചെയ്ത് കൊണ്ടുപോകാനായിട്ട് അവർ ശ്രമിക്കുന്നു. അതിന് വേണ്ടിയിട്ടുള്ള ഒരു ആശയക്കുഴപ്പത്തിൽ അവർ പെട്ടുകിടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട്. ഓക്കെ, അപ്പോൾ ഇവിടെ മൊത്തത്തിലുള്ള ഒരു ഇത് നോക്കുവാണ്, ഓവറോൾ എനർജി നോക്കുകയാണെങ്കിൽ നിങ്ങളെ അവര്
മറന്നിട്ടില്ല. അവരുടെ മനസ്സിൻ്റെ ഉള്ളിൽ നിങ്ങളുണ്ട്. നിങ്ങളെക്കുറിച്ച് ഇപ്പോഴും അവർ വളരെയധികം ആഴത്തിൽ ചിന്തിക്കുന്നുണ്ട്. പല ദിവസങ്ങളിൽ ചിന്തിക്കുന്നു. എല്ലാ ദിവസങ്ങളിലും തന്നെ നിങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ട്. പക്ഷെ ദ മൂൺ കാർഡും 7 ഓഫ് കപ്സും കാരണം അവരുടെ മനസ്സ് ആകെ മൊത്തം ഒരു ആശയക്കുഴപ്പത്തിലാണ് എന്നാണ് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം പിന്നെ നൈറ്റ് ഓഫ് സോഴ്സ് വരുമ്പോഴത്തേക്കും അവർക്ക് സംസാരിക്കാനായിട്ട് വളരെയധികം ആഗ്രഹമുണ്ട് എന്നൊരു ഒരു കമ്മ്യൂണിക്കേഷൻ സാധ്യത അല്ലെങ്കിൽ ആഗ്രഹം ഒരു കാണുന്നുണ്ട്. ഹൈ പ്രിസ്റ്റസ് കാർഡ് വരുന്നതുകൊണ്ട് തന്നെ ഇത് തുറന്നു പറയാനുള്ള ധൈര്യം കുറവാണ് എന്ന് കാണുന്നു. കാര്യങ്ങളൊക്കെ തുറന്നു പറഞ്ഞ് ഒരു ഓപ്പൺ മൈൻഡഡ് ആയിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷനുമായിട്ട് വരാനായിട്ട് നല്ലൊരു ധൈര്യം ഈ ഒരു പേഴ്സൺ ഇതുവരേക്കും വന്നിട്ടില്ല എന്നുള്ളതാണ്. അപ്പം നിങ്ങളോടുള്ള ഈ ഒരു വ്യക്തിയുടെ സ്നേഹം എന്ന് പറയുന്നത് വളരെയധികം സത്യസന്ധമാണ് എന്നാണ് കാണുന്നത്. ഒരിക്കലും അത് ഒരു കളങ്കപ്പെട്ട സ്നേഹമല്ല എന്നുള്ളതാണ്. അവർ നിങ്ങൾക്ക് കുറച്ച് നാളെ ഒരു സ്നേഹം തന്നിട്ടുള്ളൂ, അല്ലെങ്കിൽ കുറച്ച് സമയമാണ് നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നുള്ളൂ എങ്കിൽ കൂടിയും ആ ഒരു സമയത്ത് നിങ്ങൾക്ക് തന്നിട്ടുള്ള ആ ഒരു സ്നേഹം ഇപ്പോഴും ആ ഒരു സ്നേഹം അവരുടെ മനസ്സിൻ്റെ ഉള്ളിലുണ്ട്. ആ ഒരു സ്നേഹം എന്ന് പറയുന്നത് വളരെ സത്യസന്ധമാണ് എന്നുള്ളതാണ് നമുക്ക് ഇവിടുന്ന് മനസ്സിലാവുന്നത്. ഫ്യൂച്ചറിൽ ഒരു ലോങ് ലാസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു റിലേഷൻഷിപ്പ് എന്നൊരു ചിന്ത അവർക്കുണ്ട്. നിങ്ങളുമായിട്ട് നല്ല രീതിയിൽ ലോങ് ലാസ്റ്റിംഗ് ജീവിത അവസാനം വരെ പോകുന്ന ഒരു റിലേഷൻഷിപ്പ് ആകണം, നിങ്ങൾ അവരോടൊപ്പം ജീവിതാവസാനം വരെ ഉണ്ടാകണം എന്നും ഈ ഒരു വ്യക്തി ചിന്തിക്കുന്നുണ്ട്. പക്ഷെ അതിന് കുറച്ച് സമയവും വ്യക്തതയും അവർക്ക് ആവശ്യമാണ്. അവർക്ക് അവരുടെ ജീവിതത്തിലേതായ കുറേ പ്രശ്നങ്ങളുണ്ട് എന്നാണ് നമുക്കിവിടെ കാണാനായിട്ട് വരുന്നത്. അത് ജോലി സംബന്ധമായ പ്രശ്നങ്ങളാകാം, പ്രായോഗിക ജീവിതത്തിൽ വരുന്ന പ്രശ്നങ്ങൾ പലതാണ്, കുടുംബം അല്ലെങ്കിൽ മറ്റ് സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ടാകാം. അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങളുണ്ട്. അപ്പൊ അതിനൊരു വ്യക്തത വരണം ആദ്യം. എങ്കിൽ മാത്രമേ ഈ ഒരു റിലേഷൻഷിപ്പിന് ഒരു ബാലൻസ് കൊണ്ടുവരാനായിട്ട് ഈ ഒരു വ്യക്തിക്ക് കഴിയുള്ളൂ. അപ്പൊ അവരുടെ മനസ്സിന്റെ ഒരു സമാധാനവും അവരുടെ ഈ സിറ്റുവേഷൻസ് എല്ലാം നല്ല രീതിയിൽ ഓക്കെ ആകാനായിട്ട് കുറച്ച് സമയം ആവശ്യമാണ് എന്നുള്ളതാണ് നമുക്കിവിടെ മനസ്സിലാകുന്നത്. പിന്നെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ബന്ധത്തിൽ ഇപ്പോൾ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത് എന്ന് യൂണിവേഴ്സിനോട് നമുക്കൊന്ന് ചോദിച്ചു നോക്കാം. ഈ സെയിം കാർഡുകൾ വെച്ചിട്ട് എന്താണ് നിങ്ങൾ ഈ ഒരു സമയത്ത്, ഇങ്ങനെയാണ് ഈ ഒരു പേഴ്സന്റെ ഫീലിങ്സ്, ഇങ്ങനെയാണ് ഈ പേഴ്സന്റെ ഒരു സിറ്റുവേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ സിറ്റുവേഷൻ എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്താണ് ചെയ്യേണ്ടത്. അപ്പോൾ ഓപ്പോസിറ്റ് നിൽക്കുന്ന നിങ്ങൾക്കും ഫീലിങ്സുകൾ ഉണ്ട്, നിങ്ങൾക്കും വിഷമങ്ങളുണ്ട്, നിങ്ങൾ കാര്യങ്ങൾ ഹാൻഡിൽ ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ളതാണ് നോക്കേണ്ടത്. അപ്പം ക്വീൻ ഓഫ് സോർട്സ് വരുമ്പോഴത്തേക്കും ഒരു ബുദ്ധിപരമായ സമീപനം സ്വീകരിക്കുക എന്നുള്ളതാണ് നമുക്കിവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഒരു ഫീലിങ്സിനേക്കാൾ കൂടുതലായിട്ട് നിങ്ങളുടെ ബുദ്ധിയെ മുന്നിൽ നിർത്തണം എന്നുള്ളതാണ്. പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കുക എന്നുള്ള ആവേശത്തിൽ കുറേയേറെ മെസ്സേജുകൾ അയക്കാതിരിക്കുക. അവരെന്ത് ചെയ്യുന്നു എന്ന് നിരന്തരം നോക്കി ഇങ്ങനെ അവരുടെ സ്റ്റാറ്റസോ അല്ലെങ്കിൽ അവരുടെ കാര്യങ്ങളോ ഒക്കെ അപ്ഡേറ്റ് ചെയ്തിട്ട് അത് നോക്കിയിട്ട് വേദനിക്കാതിരിക്കുക എന്നുള്ളതാണ് കാണുന്നത്. നിങ്ങൾ അത് ഒത്തിരി ആളുകൾ ഇവിടെ ചെയ്യുന്ന എനർജീസ് നമുക്ക് വരുന്നുണ്ട്. അതുകൊണ്ടാണ് യൂണിവേഴ്സിന്റെ ഭാഗത്ത് നിന്ന് ആ ഒരു ഗൈഡൻസ് നമുക്ക് കിട്ടുന്നത്. അവരിപ്പോ ഞാൻ ഓൾറെഡി പറഞ്ഞു, ഈ റീഡിങ്ങിൽ നിങ്ങളുടെ പേഴ്സൺ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങളോട് ഒത്തിരിയധികം സ്നേഹമുള്ള ഒരു പേഴ്സൺ ആണെങ്കിലും പുറത്ത് വളരെ കൂളായിട്ടുള്ള രീതിയിലായിരിക്കും അവരൊരു ഔട്ട്ഫിറ്റ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ പുറത്ത് നോക്കുന്ന നിങ്ങൾക്ക് അവർ ഓക്കെയാണോ, അവർ ഹാപ്പിയാണോ, അവർക്ക് യാതൊരുവിധ പ്രശ്നങ്ങളും ഇല്ല എന്നുള്ളതാണ് തോന്നുക. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആ വിധത്തിലുള്ള കാര്യങ്ങളെല്ലാം അവരുടെ പുറത്തെ ആ ഒരു പുറമോടിയും കാര്യങ്ങളും പ്രകസനമൊക്കെ കണ്ടിട്ട് നിങ്ങൾ നിരന്തരം അത് നോക്കി വേദനിക്കാതിരിക്കുക. അത് നിങ്ങൾക്ക് മാത്രമാണ്, നിങ്ങൾ മാത്രം അങ്ങനെ വേദനിക്കുന്നതുകൊണ്ട് നിങ്ങൾ മാത്രമാണ് ഡൗൺ ആയി പോവുകയും നെഗറ്റീവ് എനർജിയിലേക്ക് പോവുകയും ചെയ്യുക എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുക. അപ്പൊ നിങ്ങൾക്ക് അർഹിക്കുന്ന ഒരു മാനവും വ്യക്തതയും ഒക്കെ ആവശ്യപ്പെടുക, അത് ആവശ്യപ്പെടാനായിട്ട് നിങ്ങൾ തയ്യാറാവുക എന്നുള്ളതാണ്. അപ്പൊ നിങ്ങൾ സ്വയം ബഹുമാനിക്കുമ്പോൾ മാത്രമേ അവർ നിങ്ങളെ കൂടുതലായിട്ട് ബഹുമാനിക്കുകയുള്ളൂ എന്നുള്ളൊരു കാര്യം നിങ്ങൾ ആദ്യം തന്നെ മനസ്സിലാക്കുക. അതുകൊണ്ട് സെൽഫ് റെസ്പെക്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ഓക്കെ, ഇതാണ് യൂണിവേഴ്സിൽ നിന്ന് വരുന്ന ഫസ്റ്റ് ഗൈഡൻസ്. സെക്കൻഡ് ഗൈഡൻസ് എന്ന് പറയുമ്പോൾ ഒരു സൈലന്റ് ആയിരിക്കുക എന്നുള്ളതാണ് യൂണിവേഴ്സ് പറയുന്നത്. സൈലൻസ് ആണ് നിങ്ങൾക്കൊരു ശക്തി പകർന്നു തരിക എന്നുള്ളതാണ്, സൈലന്റ് പവർ. അതാണ് അപ്പോൾ കൂടുതൽ ശക്തമായിട്ടുള്ള ഒരു മാർഗം എന്ന് പറഞ്ഞാൽ ഈ ഒരു റിലേഷൻഷിപ്പിലെ സൈലന്റ് പവർ തന്നെയാണ്. എല്ലാം തുറന്നു പറയാനായിട്ട് ആ ഒരു വ്യക്തിയോട് നിങ്ങൾ ആവശ്യപ്പെടേണ്ട, നിങ്ങളും എല്ലാം തുറന്നു പറയേണ്ട യാതൊരു കാര്യവുമില്ല. കുറച്ച് ദൂരം പാലിക്കുക. നിങ്ങളുടെ പ്ലാനുകൾ, നിങ്ങളുടെ വികാരങ്ങൾ, എല്ലാ കാര്യങ്ങളും പുറത്തേക്ക് വിടേണ്ട ഒരു ആവശ്യവുമില്ല. അത് നിങ്ങളിൽ തന്നെ വെക്കുക. കുറച്ച് കാര്യങ്ങൾ മാത്രം ഇനി കോണ്ടാക്റ്റിൽ വന്നാലോ അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ വഴിയോ ഒക്കെ പുറത്തു വിടേണ്ടതായിട്ടുള്ളൂ. ഇത് അവരെ കൂടുതൽ ചിന്തിപ്പിക്കും എന്നുള്ളതാണ്. അപ്പോൾ അവരെ നിങ്ങളിലേക്ക് ഇത് തിരികെ കൊണ്ടുവരാനായിട്ട് അല്ലെങ്കിൽ അവരുടെ ഫീലിങ്സുകൾ അവരെ നിങ്ങളിലേക്ക് അട്രാക്ട് ചെയ്യാനായിട്ട് ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെയധികം സഹായിക്കും എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് പറഞ്ഞിരുന്നത്. പിന്നെ ബാലൻസ് പാലിക്കുക എന്നുള്ളതാണ്. നിങ്ങളുടെ ജീവിതം ഒരാൾക്ക് വേണ്ടി മാത്രം അല്ലെങ്കിൽ ഒരാളെ മാത്രം ചുറ്റിപ്പറ്റി നിൽക്കേണ്ട ഒന്നല്ല. ജോലി, പഠനം, സ്വകാര്യ ലക്ഷ്യങ്ങൾ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട്. നിങ്ങളുടെ പേഴ്സണൽ ഗ്രോത്തുകളുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കുക. സുഹൃത്തുക്കളോടും ഫാമിലിയോടും ഒക്കെ സമയം ചെലവഴിക്കുക. നമ്മൾ എപ്പോഴും ആയിരിക്കുന്ന ഒരു മിനിറ്റ് അല്ലെങ്കിൽ ഒരു 2 മിനിറ്റ്, 3 മിനിറ്റ് അല്ലെങ്കിൽ 5 മിനിറ്റ്സ് ആരോടൊപ്പമാണോ നമ്മൾ ആയിരിക്കുന്നത് ആ ഒരു ടൈമിൽ അവിടെ ഹാപ്പി ആയിട്ടിരിക്കാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ്. നിങ്ങൾ സന്തോഷത്തോടും വളരെയധികം തിരക്കോടും കൂടി ഇരിക്കുമ്പോൾ അവരുടെ ഒരു ആകർഷണം കൂടുതലായിട്ട് നിങ്ങളിലേക്ക് വരും എന്നാണ് യൂണിവേഴ്സ് നമുക്കിവിടെ പറഞ്ഞിരുന്നത്. പിന്നെ നമുക്ക് വരുന്നത്
നിങ്ങളുടെ പേടി ഒത്തിരി ആളുകൾക്ക് ഇവിടെ ഒത്തിരി കാര്യങ്ങളെ കുറിച്ച്, കാരണം ഈ ഒരു റീഡിങ്ങിൽ വരുന്ന പേഴ്സൺസ്, ഈ റീഡിങ് കാണുന്ന ആളുകളുടെ കാര്യമാണ് ഇവിടെ പറയുന്നത്. ഒത്തിരി പേടിയുള്ള ആളുകളുണ്ട്. അത് ചെയ്താൽ അങ്ങനെയാ, ഇത് ചെയ്താൽ എങ്ങനെയാ, എന്നിട്ട് അതിനെ ഓർത്തിട്ട് വളരെയധികം ഓവർ തിങ്ക് ചെയ്തിട്ട് അത് ഓർത്ത് വിഷമിക്കുന്ന ആളുകളെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ഉള്ളിൽ ഒരു പേടിയുള്ളതെന്ന് വെച്ചാൽ അവരിനി തിരിച്ചു വരുമോ, അല്ലെങ്കിൽ എന്നേക്കുമായി എന്നെ ഇട്ടിട്ട് പോയതാണോ, ഇതൊരു സത്യമാണോ, ഇത് ഒറിജിനലായിട്ടും എനിക്ക് വിശ്വസിക്കാനായിട്ട് പറ്റുന്നില്ല എന്നിങ്ങനെ പല രീതിയിൽ ചിന്തിച്ച് കാട് കയറി പേടിക്കുന്ന ആളുകളെ നമുക്കിവിടെ കാണാൻ പറ്റുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കാനായിട്ട് നിങ്ങൾ ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ ഒരു പേടിയോ അല്ലെങ്കിൽ ഓവർ തിങ്കിങ്ങോ നെഗറ്റീവ് തിങ്കിങ്ങോ ഒന്നുമല്ല നിങ്ങളുടെ മനസ്സിനെ നിയന്ത്രിക്കേണ്ടത് നിങ്ങൾ തന്നെയാണ് എന്നാണ് യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞു തരുന്നത്. അപ്പോൾ അവരുടെ ആ ഒരു ആശയക്കുഴപ്പം നിങ്ങളുടെ ഒരു മൂല്യത്തെ ബാധിക്കുന്നതേ ഇല്ല. അല്ലെങ്കിൽ നിങ്ങളെ വില കുറച്ച് കാണുന്നതോ നിങ്ങളെ കുറ്റപ്പെടുത്തുകയോ ഒന്നും നിങ്ങൾ ചെയ്യേണ്ട യാതൊരു കാര്യമില്ല. അത് അവരുടെ മാത്രം പ്രശ്നമാണ്. അവരുടെ പ്രശ്നം സോൾവ് ചെയ്യേണ്ടത് അവരാണ്. അവരുടെ കൺഫ്യൂഷൻ മാറ്റേണ്ടത് അവരാണ്. അവരുടെ ഡൗട്ട് മാറ്റേണ്ടത് അവരാണ്. എന്നിട്ട് നിങ്ങളിലേക്ക് തിരികെ വരണമോ വേണ്ടയോ എന്ന് തീരുമാനിക്കേണ്ടതും അവരാണ്. അതുകൊണ്ട് അത് ഓർത്തിട്ട് നിങ്ങൾ യാതൊരു വിധത്തിലുള്ള രീതിയിലും ടെൻഷൻ അടിക്കേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് യൂണിവേഴ്സോട് നമുക്ക് പറഞ്ഞു തരുന്നത്. പിന്നെ ആത്മവിശ്വാസം ഉയർത്തുക എന്ന യൂണിവേഴ്സ് നമുക്കൊരു ഗൈഡൻസ് കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് വളരെയധികം അട്രാക്ഷൻ ഉള്ള ഒരു വ്യക്തിയാണ്, അതുപോലെ നിങ്ങൾ വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ ഒരു ആത്മവിശ്വാസത്തോടെ ആ ഒരു സ്ട്രോങ് ഒക്കെ വീണ്ടെടുത്ത്, ആ ശക്തിയൊക്കെ വീണ്ടെടുത്ത് ഒരു ആത്മവിശ്വാസത്തോടെ പെരുമാറാനായിട്ട് ശ്രമിക്കുക. എല്ലാം നല്ലതിനായിട്ട് വരും എന്ന രീതിയിൽ നിങ്ങൾക്ക് വേണമെന്ന് തോന്നുന്ന രീതിയിലാണ് നിങ്ങൾ പെരുമാറേണ്ടത്. അതായത് ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ഇങ്ങനെ പറയണം അല്ലെങ്കിൽ ഇങ്ങനെ ചെയ്യണം എന്ന് തോന്നിയാൽ മാത്രം നിങ്ങളത് ചെയ്യുക. അല്ലാതെ മറ്റുള്ള ആളുകളെ ബോധിപ്പിക്കാനോ അല്ലെങ്കിൽ അവരെന്ത് വിചാരിക്കും ഇവരെന്ത് വിചാരിക്കും അങ്ങനെയുള്ള രീതികളിൽ ചിന്തിച്ചുകൊണ്ട് ഒന്നും ചെയ്യാതിരിക്കുക. നിങ്ങൾ ഉറച്ചു നിൽക്കുമ്പോൾ അവർക്ക് തീരുമാനം എടുക്കാനുള്ള ഒരു പ്രേരണ ലഭിക്കും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് നമുക്ക് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരെ നിങ്ങൾ പിന്തുടരേണ്ട എന്ന് യൂണിവേഴ്സ് പറയുന്നുണ്ട്. അതുപോലെ തന്നെ നിങ്ങളുടെ മൂല്യം ഒട്ടും കുറച്ച് നിങ്ങൾ, ഞാൻ ഈ ഒരു വ്യക്തിയെ വെച്ച് നോക്കുമ്പോൾ ഒട്ടും ഡിസേർവ് ആയിട്ടുള്ള ഒരു പേഴ്സൺ അല്ല, എനിക്ക് ഇന്ന മിസ്റ്റേക്കുകൾ അല്ലെങ്കിൽ ഇന്ന പ്രശ്നങ്ങളുണ്ട്, ഈ ഒരു വ്യക്തിക്ക് ഇതിലും നല്ല മെച്ചത്തിലുള്ള ഒരു ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ കിട്ടും എന്ന രീതിയിൽ നിങ്ങൾ നിങ്ങളെ തന്നെ മൂല്യം കുറച്ച് കാണേണ്ട എന്നാണ് പറയുന്നത്. കുറച്ച് സമയം നൽകുക അവർക്ക്. പക്ഷെ അതിൽ നിങ്ങൾ ആ ഒരു സമയം അവർക്ക് കൊടുക്കുന്ന ആ ഒരു ഗ്യാപ്പിൽ നിങ്ങളെ തന്നെ സ്വയം നഷ്ടപ്പെടുത്തരുത് എന്ന് യൂണിവേഴ്സ് ഇവിടെ പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പം ഈ ഒരു ബന്ധം മുന്നോട്ട് പോകാനായിട്ട് വളരെയധികം സാധ്യതയുള്ള ഒരു ബന്ധമാണ്. പക്ഷെ അതിനു മുന്നേ നിങ്ങൾ സ്വയം നിങ്ങൾ സ്റ്റേബിൾ ആകാനും ഉറച്ചു നിൽക്കണം എന്നുള്ളത് തന്നെയാണ് യൂണിവേഴ്സ് വീണ്ടും വീണ്ടും നമുക്ക് നൽകുന്ന ഒരു ഗൈഡൻസ് മെസ്സേജ് ആയിട്ട് ഇവിടെ പറയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്താതിരിക്കുക. ഈ ഒരു പേഴ്സണിന്റെ കാര്യങ്ങളൊക്കെ ഇവർക്ക് നമുക്ക് നോക്കുകയാണെങ്കിൽ ഇവിടെ ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉള്ള ഒരു പേഴ്സൺ ആണ്. അവർക്ക് ഇവിടെ എക്സ്ട്രാ മരീറ്റൽ റിലേഷൻഷിപ്പിലുള്ള വ്യക്തികളെയും നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അപ്പോൾ അവർക്ക് എക്സ്ട്രാ ഫാമിലി കാര്യങ്ങളുണ്ട്. അല്ലാത്ത ആളുകളാണെങ്കിൽ തന്നെയും അവർക്ക് ഒത്തിരി റെസ്പോൺസിബിലിറ്റീസ് ഉണ്ട്. ഫാമിലിയിൽ ഒത്തിരി പ്രശ്നങ്ങളുണ്ട്. സിറ്റുവേഷൻസ് ഹാൻഡിൽ ചെയ്യേണ്ട ഒരു വ്യക്തി, ഒരു മെയിൻ റെസ്പോൺസിബിൾ പേഴ്സൺ എന്ന് പറയുന്നത് ഈ ഒരു പേഴ്സൺ ആണ് എന്നാണ് നമുക്ക് കാണാനായിട്ട് പറ്റുന്നത്. അപ്പം അവരുടെ ഫാമിലിയിലെ കാര്യങ്ങൾ സോൾവ് ചെയ്യണം. അങ്ങനെ ഒത്തിരി കുടുംബത്തിലെ ജോലിയിലെ പ്രശ്നങ്ങളുള്ള വ്യക്തികളുണ്ട്. അപ്പം അതെല്ലാം അവർക്ക് അതിനെല്ലാം സോൾവ് ചെയ്ത് തിരിച്ചു വരാനായിട്ടുള്ള, ഇനി ഇവിടെ ഫൈനാൻഷ്യൽ പരമായ സാമ്പത്തികപരമായ ഒത്തിരി താന്നു പോയിട്ടുള്ള വ്യക്തികളുണ്ട്. അവർക്ക് അതിൽ നിന്ന് റിക്കവർ ചെയ്ത് സക്സസ്സിൽ എത്തേണ്ടതായിട്ടൊക്കെ ഉള്ള സമയങ്ങളുണ്ട്. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഒരു സമയം ഈ ഒരു പേഴ്സൺ കൊടുക്കുക. അങ്ങനെ അവർ സമയമെടുത്ത് അവർ റിക്കവറായി ഹീലായി നിങ്ങളിലേക്ക് അട്രാക്റ്റഡ് ആയിട്ട് തിരിച്ചു വരുന്ന ഒരു സമയം എന്തായാലും ഈ ഒരു സമയം വരുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാനായിട്ട് വരുന്നത്. അപ്പൊ ആ ഒരു സമയം വരേക്കും നിങ്ങൾ നിങ്ങളുടേതായ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യുക എന്നുള്ളതാണ്. ആ ഒരു സമയത്തിനുള്ളിൽ നിങ്ങളെ തന്നെ നഷ്ടപ്പെടുത്താതിരിക്കുക എന്നാണ് യൂണിവേഴ്സ് ഇവിടെ നമുക്ക് യൂണിവേഴ്സ് ഗൈഡൻസ് ആയിട്ട് പറഞ്ഞു തരുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിച്ചിട്ടുള്ളത്. കുറച്ച് സോൾ മെസ്സേജസ് കൂടി എടുത്തു നോക്കാം. അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് സോൾ മെസ്സേജസും കൂടി നമുക്കൊന്ന് എടുത്തു നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങളോട് പറയാൻ ആഗ്രഹിക്കുന്ന ആ ഒരു സോൾ മെസ്സേജസ് എന്തൊക്കെയാണെന്ന് നോക്കാം. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. സോൾ മെസ്സേജസ് ഫ്രം യുവർ പേഴ്സൺ. ഈ ഒരു സമയത്ത് നിങ്ങളുടെ പേഴ്സൺ എന്തൊക്കെ കാര്യങ്ങളാണ് നിങ്ങളോട് പറയാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഓക്കെ, ഫസ്റ്റ് സോൾ മെസ്സേജ്. ദിസ് ടൈം ഐ എം നോട്ട് റെഡി, ഗീവ് മീ ടൈം. ഈ ഒരു സമയത്ത് ഞാൻ ഒട്ടും റെഡി അല്ല, എനിക്ക് കുറച്ച് സമയം തരണമെന്നാണ് ഈ ഒരു പേഴ്സൺ നിങ്ങളോട് പറയുന്നത്. ഓക്കെ,
ഐ ഫീൽ എംപ്റ്റി വിത്തൗട്ട് യു. ഓക്കെ, നിങ്ങളില്ലാതെ വളരെയധികം ശൂന്യത അവർക്ക് അനുഭവപ്പെടുന്നുണ്ട് എന്നാണ് പറയുന്നത്. ഐ ആം ചേഞ്ചിങ് ആൻഡ് ലേണിംഗ് സം ഹാർഡ് ലെസൺസ് റൈറ്റ് നൗ. ഓക്കെ, ഈ ഒരു സമയത്ത് ഒത്തിരി അവരിൽ മാറ്റങ്ങൾ വരുന്നു. കുറേ ഹാർഡ് ലെസൺസ് എക്സ്പീരിയൻസ് ഉണ്ടായി, അതിൽ നിന്ന് കുറേ ലെസൺസ് അവർ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ് എന്നാണ് അവർ നിങ്ങളോട് പറയുന്നത്. യു ആർ മൈ സോൾ. ഓക്കെ, നിങ്ങളാണ് അവരുടെ ആത്മാവ് എന്ന് അവർ ഈ ഒരു സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. I am very lucky to have you in my life. I am counting the hours and days until I can meet you again. Love you. Okay. നിങ്ങളെ അവരുടെ ലൈഫിൽ കിട്ടിയതിൽ അവർ ഒത്തിരി ഭാഗ്യവാനാണ്, ഭാഗ്യവതിയാണ് എന്നാണ് പറയുന്നത്. അതോടൊപ്പം തന്നെ നിങ്ങളെ ഇനി മീറ്റ് ചെയ്യാനുള്ള ആ ഒരു ദിവസത്തിലേക്ക് വേണ്ടിയിട്ടുള്ള മണിക്കൂറുകളും ദിവസങ്ങളും ഒക്കെ അവർ എണ്ണി തിട്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ, ഐ സ്റ്റിൽ റിമെമ്പർ ദ ഡേ വി മെറ്റ് ഫസ്റ്റ്. ഓക്കെ, ആദ്യമായിട്ട് നിങ്ങളെ കണ്ടുമുട്ടിയ ആ ഒരു ദിവസം അവരിപ്പോഴും ഓർമ്മിക്കുന്നു എന്നാണ് പറയുന്നത്. Okay. Right now, I am realizing that I was selfish and immature. Please forgive me. I am sorry. Okay. ഈ ഒരു സമയത്ത് അവർ മനസ്സിലാക്കുന്നുണ്ട്, അവർ ഒട്ടും ഒരു മച്ചുവർ ആയിട്ടുള്ള രീതിയിലല്ല നിങ്ങളോട് പെരുമാറിയിട്ടുള്ളത്. അവർ വളരെ സെൽഫിഷ് ആയിരുന്നു എന്നുള്ളൊരു കാര്യം അവർ മനസ്സിലാക്കുന്നുണ്ട്. അതിനവർ ഇവിടെ ക്ഷമയും ചോദിക്കുകയാണ് നിങ്ങളോട്. ഓക്കെ, യു ആർ മൈ ഹാപ്പിനെസ്. നിങ്ങളാണ് അവരുടെ സന്തോഷം എന്ന് ഈ ഒരു സമയത്ത് അവർ പറയാൻ ആഗ്രഹിക്കുകയാണ്. ഐ റിയലി വാണ്ട് ടു ബി വിത്ത് യു. ഓക്കെ, നിങ്ങളോടൊപ്പം ആയിരിക്കാനായിട്ട് അവർ വളരെയധികം ആഗ്രഹിക്കുന്നു. ബട്ട് ഐ ഡോണ്ട് നോ ഹൗ വി ആർ ഗോയിങ് ടു മേക്ക് ദിസ് വർക്ക്. പക്ഷെ ഇതെങ്ങനെ സാധ്യമാക്കും എന്നത് എനിക്ക് ഇപ്പോഴും ഒരു പിടുത്തവും ഇല്ല, ഒരു ഐഡിയയും ഇല്ല എന്ന് ഈ ഒരു പേഴ്സൺ പറയുകയാണ്. ഓക്കെ, അപ്പോൾ ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് വരുന്ന കുറച്ച് ക്ലൂസും കൂടി നമുക്കൊന്നത് നോക്കാം. ക്ലൂസ് റിലേറ്റഡ് ടു ദിസ് റീഡിങ്. ഓക്കെ, ഫസ്റ്റ് ക്ലൂ നമുക്ക് കിട്ടുന്നത് 1996 എന്ന് പറയുന്നൊരു വർഷമാണ്. 1992 ഇവിടെ കിട്ടുന്നുണ്ട്. 2 weeks എന്ന് പറയുന്നൊരു പോസിബിലിറ്റി കിട്ടുന്നുണ്ട്. തിരുവനന്തപുരം ജില്ല, നമ്പർ 53, 2002, ബേക്കർ, ഡിസംബർ മന്ത് 2005, നമ്പർ 4, നമ്പർ 22, 1994, number 23, September month, 1986, 1988, messy hairstyle, rainbow signs, social worker, abroad എന്ന് പറയുന്ന ഒരു ക്ലൂ നമുക്ക് കിട്ടുന്നുണ്ട്. നെക്സ്റ്റ് മന്ത് ഒരു പോസിബിലിറ്റി ആണ്. 1986 വീണ്ടും കിട്ടുന്നുണ്ട് നമുക്ക്. ബ്ലൂ കളർ ആയിരിക്കും നിങ്ങൾക്ക് നിങ്ങളുടെ പേഴ്സണൊക്കെ ഇഷ്ടമുള്ള ഒരു കളറ്. നെയിൽ പോളിഷ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ക്രിക്കറ്റ്, 1987, സെൻസ് ഓഫ് ഹ്യൂമർ, മെഡിക്കൽ ഫീൽഡ് എന്നുള്ള വ്യക്തികളായിരിക്കാം നിങ്ങൾ, അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ മെഡിക്കൽ ഫീൽഡ് എന്നുള്ള ഒരു വ്യക്തിയാകാനുള്ള ചാൻസ് ഉണ്ട്. ഏപ്രിൽ മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. നമ്പർ 1 കിട്ടുന്നുണ്ട്. സപ്പോർട്ടീവ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. ഇടുക്കി ജില്ല എന്നുള്ള ആളുകളാകാനുള്ള ചാൻസ് ഉണ്ട്. 1982 എന്ന് പറയുന്ന വർഷം കിട്ടുന്നുണ്ട്. ജൂൺ മന്ത്, 1 month എന്ന് പറയുന്നൊരു പോസിബിലിറ്റി നമുക്കിവിടെ കിട്ടുന്നുണ്ട്. 1979 കിട്ടുന്നുണ്ട്. നമ്പർ 48, നമ്പർ 33, നമ്പർ 25, ഡ്രോയിങ് എന്ന് പറയുന്നൊരു ക്ലൂ കിട്ടുന്നുണ്ട്. മെയ് മന്ത് നമുക്കിവിടെ കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ 2001 എന്ന് പറയുന്നൊരു വർഷം കിട്ടുന്നുണ്ട്. ലൈഫ് ചേഞ്ച്, ലൈഫിൽ ഒത്തിരി മാറ്റങ്ങൾ വരുന്നു എന്നുള്ളതാണ് നമുക്കിവിടെ ലാസ്റ്റ് കിട്ടുന്ന ക്ലൂ. അപ്പോൾ ഇത്രയും ക്ലൂസ് ആണ് ഈ ഒരു റീഡിങ്ങുമായിട്ട് റിലേറ്റ് ചെയ്ത് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്.